നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. രാഗമധുരം നെഞ്ചിലരുളി രമ്യമാനസ സംഗമം. വാനഗംഗ താഴെ വന്നു പ്രാണസഖിയൻ ജീവനിൽ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. നിന്റെ ഒരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. അയ്യോ, ലിറിക്സ് നല്ല തെറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ക്ഷമിക്കണം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പറയുന്നു. മറ്റൊരു അധ്യായം, ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. ഇത് മറ്റാരുമല്ല, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആണോ? ഇന്നലത്തേതിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഓരോ ദിവസം നമ്മുടെ സെഗ്മെന്റ് പോലെ പ്രവിതയുടെ ഹെൽത്ത് അപ്ഡേറ്റുകൾ നമ്മൾ ആദ്യം പറയും. അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആണല്ലേ ഇന്ന്? ഇന്നലത്തേലും കുറച്ചും കൂടെ, പക്ഷെ ശബ്ദം തെളിഞ്ഞിട്ടില്ല. എനിക്കത് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലായി. മൈക്കിൽ കൂടെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും പ്രവിത ഓക്കെ വരുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഇന്ന് ഉച്ചയ്ക്കൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് റൈഡിംഗ് റിപ്പോർട്ടർ വായിക്കാൻ ഞാൻ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് ചോദിച്ചു പ്രവിത എങ്ങനെയുണ്ട് എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു. അപ്പം എല്ലാ സമയത്തും നമ്മുടെ പ്രേക്ഷകർ നമുക്കൊപ്പം ഉണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ വൈകാതെ നമുക്ക് സ്വാഗതം ചെയ്യാം ഒരിക്കൽ കൂടി. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നത് ഏറ്റവും ശ്രദ്ധേയം സുലൈമാന്റെ കമന്റ് ആണ്. പ്രജനൻ പ്രവിത ഇന്നത്തെ ഫ്ലവേഴ്സ് ഒരു കൂടി കൃത്യം 10:30 നിർത്തിയതുകൊണ്ട് കറക്റ്റ് സമയത്ത് പ്രാപ്രായിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ 2 ഫ്ലവേഴ്സിലും അതുപോലെ പ്രേക്ഷകർ പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പലരും പറയുന്നുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട്. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെയും ഷെയർ ചെയ്യുന്നുണ്ട് പലരും. അങ്ങനെ ഫ്ലവേഴ്സിനെയും 24-നെയും നിങ്ങൾ അതുപോലെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം അല്ലേ? അതെ, ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഈ അസുഖം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. എൻ്റെ പനിയെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതെ, ഇന്നലത്തെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് സംസാരിക്കണം. ടോപ്പ് സ്റ്റോറീസ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും പറയുന്ന പോലെ ഈ പനി അതൊരു പകർച്ചവ്യാധിയായി ഇങ്ങനെ പലയിടങ്ങളിൽ അത് തന്നെയാണ് പ്രജൻ ഞാൻ പറയാമെന്നത്. അത് തന്നെയാണ്. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. 11,050 പേർ ഇന്ന് ചികിത്സ തേടി എന്നാണ് ഔദ്യോഗിക കണക്ക്. 3 പേർ പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 5 ദിവസത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് രോഗികളുടെ കണക്ക് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയെത്തുന്നത് പ്രതിദിനം 10,000-ലധികം രോഗികളാണ്. ഇന്ന് 11,050 പേർ പനി ബാധിതരായി. 3 പേരാണ് പനി ബാധിച്ച് മരിച്ചത്. 159 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 420 പേർ ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. 42 പേർക്ക് H1N1, 32 പേർക്ക് മഞ്ഞപ്പിത്തവും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലാണ് പനി ബാധിതർ ഏറെയും. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രതിദിന രോഗികൾ 1000 കടന്നു. ഈ മാസം ഡെങ്കി കേസുകളുടെ വ്യാപനം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി രോഗികളുടെ കണക്ക് സംബന്ധിച്ചുള്ള വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയോടെയാണ് 30-ാം തീയതിക്ക് ശേഷമുള്ള രോഗികളുടെ കണക്ക് വെബ്സൈറ്റിൽ നൽകിയത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. 24 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 തിരുവനന്തപുരം.
ഇപ്പോൾ പനിബാധിതരുടെ എണ്ണം കൂടി വരികയാണ്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക എന്ന് തന്നെ പറയാനുള്ളത്. മഴ നനയരുത്. എനിക്ക് മഴ നനഞ്ഞിട്ടാണ് പനി കിട്ടിയത്. മാത്രമല്ല ഈ പേഴ്സണൽ ഹൈജീൻ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പല മേഖലകളിലും ഈ പകർച്ചവ്യാധി ഉണ്ട്, പനിയുണ്ട്. അത്തരം ഇടങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാസ്ക് ധരിക്കുക, ഒപ്പം തന്നെ നമ്മുടെ കൈ അത് ശുദ്ധമാക്കി വെക്കുക. സാനിറ്റൈസർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. സോപ്പ് ഉള്ളത് ഉപയോഗിച്ച് കൈ കഴുകുന്നതൊക്കെ നമുക്ക് കോവിഡ് കാലത്ത് ഇതൊക്കെ ശീലമാണ്. അത് ഒന്നുകൂടി തുടരുന്നത് നന്നായിരിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ അതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കോവിഡ് കാലത്ത് ശീലിച്ചതാണ്. അതെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൂടിയുണ്ട്. നമുക്കറിയാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. ഈ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് വിവരാവകാശ കമ്മീഷന്റെ നിർണായക ഉത്തരവ് വന്ന ദിവസമാണ് ഇന്ന്. വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കാത്ത വിവരങ്ങൾ പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷൻ അബ്ദുൽ ഹക്കീം ഉത്തരവിട്ടത്. വിവരാവകാശ കമ്മീഷണറുടെ മാർഗനിർദ്ദേശമനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒടുവിൽ വെളിച്ചം വീഴുന്നു. മുൻനിര നായകമാർ മുതൽ സാങ്കേതിക പ്രവർത്തകരായ സ്ത്രീകൾ വരെ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഹേമ കമ്മീഷൻ പഠിച്ചത്. സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ 2019 ഡിസംബർ 31 റിപ്പോർട്ട് നൽകി. സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കുമെതിരെ പരാമർശമുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ സർക്കാർ റിപ്പോർട്ട് പൊഴുത്തി. വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെന്ന സൂചനകൾ ശരിവെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. റിപ്പോർട്ടിലെ വ്യക്തിവിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പാരാഗ്രാഫുകൾ ഒഴിവാക്കി അപേക്ഷകർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണം. ജൂലൈ 25-നകം ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. കമ്മീഷണർ ആരെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടണം എന്നത് സംബന്ധിച്ച് തീരുമാനിച്ച് അത് പുറത്തുവിടും. ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ചില സംശയങ്ങൾ, ചില സാഹചര്യ തെളിവുകളൊക്കെയാണ് അവർ പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് ഒരു കേസിനോ മറ്റു കാര്യങ്ങളോ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ WCC മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. 24 തിരുവനന്തപുരം. എന്തായാലും അത് ഈ പറയുന്ന WCCയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത്. അപ്പോൾ അതിന് അനുകൂലമായൊരു വിധിയാണ് ഇന്നിപ്പോൾ വിവരാവകാശ കമ്മീഷനുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണ് അതിൽ സർക്കാർ എടുക്കുന്ന നിലപാടെന്നത് ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് കമന്റ്സ് വന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഇത് AK അക്വ എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലേ, AK എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്നൊരു കമന്റാണ്. ഇത് ആദ്യം പനിയുള്ള ആളുടെ അടുത്ത് നിൽക്കുമ്പോൾ മാസ്ക് ധരിച്ച് കാണിക്കുക എന്നോടാണ്. പ്രവിധയ്ക്ക് ഇപ്പോൾ പനിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ മാസ്ക് ധരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ഷോയുടെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ മാസ്ക് ധരിക്കാതെ നിൽക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഒരു അകലം ഇട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി അടുത്തായിട്ട് തോന്നും, പക്ഷേ ഞങ്ങൾ നല്ല അകലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വന്ന ഒരുപാട് വാർത്തകളുണ്ട്. അതിൽ അക്കൂട്ടത്തിൽ പോസിറ്റീവും നെഗറ്റീവുമായ വാർത്തകളുണ്ട്. നമുക്ക് പോസിറ്റീവ് വാർത്തകളെ കുറിച്ച് മാത്രം ചിന്തിക്കാം. നമ്മുടെ ഷോ തന്നെ അങ്ങനെ പോസിറ്റീവാണ്. ഒരു ദിനം അവസാനിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നേരെ ബെഡിലേക്ക് പോവുക, ഉറക്കത്തിലേക്ക് പോവുക, അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ഷോ എന്ന് തന്നെ പറയാം. ആ സമയത്തും വാർത്തകൾ മാറ്റി നിർത്തുന്നില്ല, അതിനെ പല കാറ്റഗറികളാക്കി നിങ്ങളെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അടുത്തത് ശുഭവാർത്ത. തിരുവനന്തപുരം മൃഗശാലയിൽ പുതുതായി ഒരു കുഞ്ഞൻ ഹിപ്പോ. പതിനാല് വയസ്സുള്ള ഹിപ്പോപ്പൊട്ടാമസ് ബിന്ദുവിന്റെ കുട്ടി താരമാകുന്നു. കുഞ്ഞൻ ഹിപ്പോയെ കാണാനെത്തുന്നത് നിരവധി പേർ. ജീവിതത്തിലും തൊഴിലിലും ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന ദമ്പതികൾ. സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി എത്തുന്ന ജിജിനയ്ക്ക് ബെൽ മുഴക്കി കണ്ടക്ടറായി ജോമോനും. ഭർത്താവിനൊപ്പം ജിജിന വേറിട്ട യാത്രയ്ക്ക് തുടക്കമിട്ടത് വിദേശ ജോലിക്കായുള്ള തയ്യാറെടുപ്പ് ഉപേക്ഷിച്ച്. വാഹനമിടിച്ച് പരിക്കേറ്റ മൈലിനെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ അഭിനന്ദനം. അപകടം പാലക്കാട് കൂട്ടുപാത മേൽപ്പാലത്തിൽ. മൈലിന് രക്ഷകരായത് കസബ പോലീസ് സ്റ്റേഷനിലെ CPOമാരായ മനോജ്, സായൂജ് എന്നിവർ. ഇന്നലെ പ്ലാസ്റ്റിക്
കുപ്പിക്കകത്ത് തലപ്പെട്ട ഒരു നായയെ രക്ഷിച്ച വാർത്തയുണ്ടായിരുന്നു. ഇപ്പോൾ ദാ മയിലിനെ രക്ഷിച്ച വാർത്ത. അങ്ങനെ ഒരുപാട് മനുഷ്യസ്നേഹികളുടെ നാടായി നമ്മുടെ നാട് മാറട്ടെ, അതങ്ങനെ തുടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഹാപ്പി ന്യൂസിൽ നമ്മുടെ ശുഭവാർത്തയിൽ ആദ്യം വായിച്ച വാർത്ത, അത് രസകരമായ ഒരു വാർത്തയാണ്. നമ്മുടെ സൂവിലെത്തിയ ഒരു പുതിയ ആളെ കുറിച്ചുള്ള വാർത്തയാണ്. അതിനെക്കുറിച്ചൊരു വിശദമായ റിപ്പോർട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും പോവാം. എന്നാലും ഒരു കുട്ടി താരം ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ. 14 വയസ്സുള്ള ഹിപ്പോപ്പൊട്ടാമസ് ബിന്ദുവിന്റെ കുട്ടിയാണ് ആ പുതിയ താരം. അപ്പൊ നമുക്ക് ഹിപ്പോയുടെ വിശേഷങ്ങളിലേക്കാണ് അല്ലേ? അതെ. കൂളാണ്, ഹാപ്പിയാണ് കുഞ്ഞൻ. സദാസമയവും വെള്ളത്തിലങ്ങനെ കിടക്കും. അമ്മ ഇടയ്ക്കൊന്ന് തല പൊന്തിക്കുമ്പോൾ അതേപോലെ കുഞ്ഞനും തലയുയർത്തും. തൻ്റെ കുട്ടിയെ കാണാൻ വരുന്നവരെയൊക്കെ അമ്മ ലക്ഷ്മി ഒന്ന് നോക്കും. അത് കണ്ട് കുഞ്ഞനും നോക്കും. വിശക്കുമ്പോൾ അമ്മ പാലൂട്ടും. വീണ്ടും വിശ്രമം. മൃഗശാലയിലെ മറ്റ് 5 പെൺഹിപ്പോകൾ പരിചരിക്കുമെങ്കിലും തൻ്റെ കുട്ടിയെ താൻ തന്നെ നോക്കുമെന്ന വാശിയിലാണ് ലക്ഷ്മി. അച്ഛൻ ഗോകുലിനെ മറ്റൊരു കൂട്ടിലാക്കിയിരിക്കുകയാണ് ഹിപ്പോകളെ പരിപാലിക്കുന്ന സാജൻ ചേട്ടൻ. ബിന്ദു പ്രസവിച്ചു. അപ്പോൾ ഈ പ്രസവത്തിന് ശേഷം ഈ കുട്ടിയും അമ്മയും വേറൊരു പോർഷനിലോട്ട് മാറിയാണ് അത് ആഹാരം കഴിക്കാൻ വരുന്നതും അത് മാറി കിടക്കുന്നതും. അപ്പോൾ ഈ ഗോകുല് മെയിലല്ലേ, അപ്പം അത് വന്ന് ചിലപ്പോൾ ആക്രമിക്കാം, അല്ലെങ്കിൽ അത് കടിപിടി കൂടും. ഭക്ഷണത്തിൻ്റെ സമയത്ത് കടിപിടി കൂടാം എന്നതുകൊണ്ടാണ് നമ്മളതിനെ ഗോകുലിനെ നമ്മൾ കയറ്റി അടച്ചിരിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അമ്മ കുട്ടിയെ സ്വയം കരയിലോട്ട് അത് തള്ളി കരയിലോട്ട് കൊണ്ടുവരും. അതിനുശേഷം പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് കരയിലോട്ട് പൂർണ്ണമായിട്ടും അത് കരയിലോട്ട് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. 8 മാസമാണ് ഹിപ്പോകളുടെ ഗർഭകാലം. വെള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം. കൂട്ടമായി ജീവിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസുകളിൽ നിന്ന് ഗർഭവതിയായ ഹിപ്പോപ്പൊട്ടാമസ് 6 മാസമാകുമ്പോൾ പിരിയും. പിന്നെ പ്രത്യേകം തീറ്റ. പിന്നീട് കുഞ്ഞു സ്വന്തമായി തീറ്റിയെടുക്കുമ്പോഴേ സംഘത്തിൽ ചേരൂ. പെണ്ണാണോ ആണോ നമ്മൾ പൂർണ്ണമായി കൺഫേം ആക്കാനായിട്ടില്ല. കാരണം നമുക്ക് കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 1 മാസത്തോളമൊക്കെ പ്രായമായതിനു ശേഷമേ കൃത്യമായിട്ട് മെയിലാണോ ഫീമെയിലാണോ കുഞ്ഞെന്ന് പറയാൻ കഴിയുള്ളൂ. ഈ കഴിഞ്ഞ ഏപ്രിൽ 6-ാം തീയതി നമുക്ക് മറ്റൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു. അത് പെൺകുഞ്ഞാണ്. അതിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. മൃഗശാലയിൽ എത്തുന്നവർക്ക് കുഞ്ഞൻ ഹിപ്പോ കൗതുക കാഴ്ച. 6 ഹിപ്പോയാണ് ഇവിടെ ഉള്ളത്. 5 മെയിലും 5 ഫീമെയിലും 1 മെയിലും. അപ്പോൾ അതിൽ 2ാമത്തെ ഫീമെയിലാണ് ഇപ്പോൾ കുഞ്ഞുണ്ടായിരിക്കുന്നത്. 3 മാസം മുമ്പ് 18 വയസ്സുള്ള ബിന്ദുവിനും കുഞ്ഞു പിറന്നു. അഭിരാമി. അവൾ സ്വന്തമായി തീറ്റയെടുക്കാറായി. കൂട്ടത്തിലെ 9 വയസ്സുകാരി തുളസിക്കുമുണ്ട് വിശേഷം. 24 തിരുവനന്തപുരം. ഈ ഹിപ്പോപ്പൊട്ടാമസിനിട്ട പേരുകളാണ് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത്. ബിന്ദു എന്നാലേ, ബിന്ദു, തുളസി, അങ്ങനെ മലയാളീകരിച്ചു നമ്മുടെ ഹിപ്പോകളെ. കുഞ്ഞൻ ഹിപ്പോയുടെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നേരെ പൊക്കോ മൃഗശാലയിലേക്ക്. അപ്പോൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? അത്ര സുഖകരമല്ലാത്ത ചില വാർത്തകളിലേക്ക് കൂടി പോകാം. നോക്കാം അലോസര വാർത്തകൾ. ദക്ഷിണ കൊറിയയിൽ റോബോട്ട് കുഴഞ്ഞു വീണു. റോബോട്ടിന്റെ ആത്മഹത്യ അമിത ജോലി ഭാരവും വിഷാദ രോഗവും കൊണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച. മലപ്പുറം തിരൂരിൽ നിന്ന് കാണാതായ 17-കാരനെ കണ്ടെത്താനായില്ല. തിരൂർ സ്വദേശി അബ്ദുൾ ജലീലിന്റെ മകൻ ഡാനിഷ് മുഹമ്മദിനെ കാണാതായിട്ട് 3 ദിവസം. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ഉത്തരാഖണ്ഡിൽ മഴ തുടരുന്നു. ചമോലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 2 സഞ്ചാരികൾക്ക് ദാരുണാന്ത്യം. ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ മരിച്ചത് ഹൈദരാബാദ് സ്വദേശികൾ. എനിക്ക് തോന്നുന്നു നമുക്കൊരു അതിഥി നമ്മോടൊപ്പം ചേരാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് പ്രേക്ഷകരോട് പറയട്ടെ, നിങ്ങൾ നമ്മുടെ സ്ക്രീനിന്റെ ഭാഗമാകാറുണ്ട്. അതിനെന്ത് ചെയ്യണമെന്ന് ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിലടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് പറയുകയാണ്. ഒന്നുമില്ല, നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഇപ്പോൾ ഒരു QR കോഡ് തെളിഞ്ഞു വരുന്നുണ്ട്. ആ QR കോഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ സൂം പ്ലാറ്റ്ഫോമിലേക്ക് പോകും. അവിടെ വീഡിയോ കോൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം. നേരെ നമ്മുടെ സ്ക്രീനിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ഫ്രെയിം ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ലൈറ്റൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ വെക്കുക, മൊബൈൽ അനക്കാതെ. എന്നിട്ട് അവിടെ നിന്നും നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ നമ്മൾ നേരിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നിങ്ങളുടെ വിശേഷങ്ങൾ ലോകം കാണും, കേൾക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അവങ്ങളോട് സംസാരിക്കാം. മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും പോവുക. അവിടെ 24 ഓൺലൈൻ എന്ന പേജുണ്ട്. അതിനകത്തും ഇതേ കോഡ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും
ഈ പ്രോഗ്രാം കഴിയുന്നവർ, ഈ ഷോ തീരുന്നവരെ നിങ്ങൾക്ക് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കാം, ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് പറയുക, ലക്കുണ്ടെങ്കിൽ കൃത്യമായിട്ടും അടുത്തയാൾ സ്ക്രീനിലെത്തുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ അത് തുടരുക. പ്രവിത, ഒരു ഇടവേള നമുക്ക് പോകാനുണ്ട്. പക്ഷേ ഒരു അതിഥി ഉണ്ട്, ഒരു സർപ്രൈസ് അതിഥിയാണ്. അത് ആര് എന്ന് തൽക്കാലം നമ്മൾ പറയുന്നില്ല. അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. അത് എനിക്ക് സസ്പെൻസ് ആണ്. അപ്പോൾ വെൽക്കം ബാക്ക്, ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സസ്പെൻസ് ഒന്ന് വിളിച്ചാലോ? അതെ. തൃശൂർ അരണാട്ടുകര പള്ളിയിൽ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി ഇവിടുത്തെ ഒരു കൊച്ചച്ഛൻ ഇറക്കിയ റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസത്തൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഫാദർ അജിത് ചിറ്റിലപ്പള്ളിയാണ് അതിന് പിന്നിൽ. അടിച്ചു കയറിവ എന്നാണ് ആ റീൽ തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ റീൽ ഒന്ന് കാണാം ആദ്യം. തോമസ് ഏട്ടാ, അടിച്ചോ മണ്ണിയടി കേട്ട് പള്ളിയിലേക്ക് ആൾക്കാർ അടിച്ചു കയറി വരട്ടെ. വരട്ടെ. ആന്റിയേട്ടാ, എന്താച്ചാ കൊടുക്ക്. സാമ്പാറോ അവിലോ പപ്പട പായസോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവാ. അച്ഛന്റെ വകയാ? അല്ല, പള്ളിയുടെ ചെലവാ. എല്ലാവരും അടിച്ചു കയറി വാ. പ്രാഞ്ചേട്ടാ, പെരുന്നാളൊക്കെ ഉഷാറാവട്ടെ. അടിച്ചു വാരി വാ. സഹായിക്കാൻ ആരോടേക്ക് വരാൻ പറയണ്ടേ? മാതൃസംഘം, കേന്ദ്രസമിതി, CLC, KCM എല്ലാവരും പോരട്ടെ. ഉത്സാഹ കമ്മിറ്റി കൊഴുക്കട്ടെ. നമുക്കൊന്ന് അടിച്ചു കേറാം. അച്ഛാ, എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വരട്ടോ. കുട്ടികളും മക്കളും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും അടിച്ചു കയറി വരട്ടെ. തൃശ്ശൂരിന്ന് മാത്രല്ല ഏട്ടാ, പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാവരും അരണാട്ടുകരയിലേക്ക് അടിച്ചു കയറ്. നമ്മുടെ തോമാശ്ലീഹ വഴി അനുഗ്രഹം കിട്ടാൻ എല്ലാവരും അടിച്ചു കയറി വാ 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 വാ. അതൊരു പൊളി അടിച്ചു കയറി വായിരുന്നു. അച്ഛൻ റെഡിയാണ്. അടിച്ചു കയറി വാ ഫാദർ, അടിച്ചു കയറി വാ. അച്ഛോ, ഹായ് ഫാദർ, എന്താണ് ഈ വീഡിയോ? ഒരു രക്ഷയില്ല, ഒരുപാട് ഷെയർ പോയൊരു വീഡിയോ. എനിക്ക് തോന്നുന്നു 50,000 ഷെയർ ആണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ, അത് എന്താണ് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഞാന് ഇപ്പൊ ഇവിടെ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ വർഷം അരിമ്പൂര് പള്ളിയിൽ ഊട്ടുതിരുന്നാളിന് ഒരു പ്രൊമോ ചെയ്തിരുന്നു. അത് പിക്കപ്പ് ലൈൻ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ അന്ന് അത് ട്രെൻഡിങ് ആയിരുന്നു, നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഇന്നിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ദുബായ് ജ്യൂസ് ആണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടിച്ചു കയറി വന്ന ഡയലോഗ് ഇപ്പൊ ട്രെൻഡിങ് ആണ്. സാധാരണ പള്ളിയിലച്ചന്മാരൊന്നും ഇങ്ങനെ റീൽസ് ഒന്നും ചെയ്ത് നമ്മള് കാണാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ തിരുനാളിലൊന്നും അങ്ങനെ റീൽസ് നമ്മൾ ഒട്ടും കാണാറില്ല. അച്ഛൻ എന്താ ഇത്രയും ഒരു സ്പെഷ്യൽ ആയിട്ട് ഇതിലേക്ക് തിരിയാൻ കാര്യം? എനിക്ക് തോന്നി, അതെ, പണ്ട് പൗലോസ്ലീഹ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്, ലെറ്റേഴ്സ് എഴുതാനായിട്ട്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്, സുവിശേഷവൽക്കരണം നടത്തിയിരുന്നത്. ഇന്ന് ലെറ്റേഴ്സിന് പകരം റീൽസ് ആയിരുന്നു മാത്രം. അതായത് നമ്മൾ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മളൊന്ന് അപ്ഡേറ്റഡ് ആയിരുന്നു മാത്രം. ക്ലിക്കായി ഒരുപാട് പേര് കണ്ടു. എന്ത് പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്താണ് പറഞ്ഞത് ആൾക്കാർ കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ? അതിനകത്ത് ഫാദർ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പേരുണ്ട്, മറ്റും കഥാപാത്രങ്ങളായി എത്തിയ ഒരുപാട് പേരുണ്ട്. പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ ഊട്ടുതിരുന്നാളിന്റെ അന്ന് ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഫുൾ ടൈം ഊട്ടുതിരുന്നാളിന്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ആൾക്കാർ കുറെ പേര് അച്ഛന്റെ റീല് കണ്ടിട്ട് വരുന്നതാട്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നു. കുറെ പേര് സെൽഫി എടുക്കാൻ നിൽക്കുന്നു. ഞാൻ വലിയ സെലിബ്രിറ്റി ആയി. പക്ഷെ അത് നല്ലൊരു ആശയമായിരുന്നു. എന്തായാലും അത് ഒരുപാട് പേരിലേക്ക് എത്തി വളരെ പെട്ടെന്ന് തന്നെ. അപ്പൊ അങ്ങനെ എന്താണോ അച്ഛൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു അല്ലേ? നമ്മളിതൊരു അരണാട്ടുകര പള്ളിയിൽ നേർച്ചൂട്ട് പലർക്കും അറിയണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴാണോ ഇവിടെ നേർച്ചൂട്ട് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. ഇങ്ങനെയാണ് കുറെ പേര്. അപ്പൊ അങ്ങനെ കുറെ പേര് വന്നു, പ്രാർത്ഥിച്ചു, അങ്ങനെ നേർച്ചൂട്ടൊക്കെ കഴിച്ചു പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂടുതൽ ആൾക്കാരൊക്കെ വന്നു. എങ്കിലും നമുക്ക് ഭക്ഷണ സമൃദ്ധിയായിട്ട് ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. അതിനിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സഭയുടെ സഭാവിശ്വാസികളുടെ ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്റെ ഇടവകയിലുള്ളവര്, എന്നെ കാണുന്നവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രതികരണം വരുന്നത്. പിന്നെ എന്റെ ഞാനിവിടെ ആടും പാതിരി എന്ന് ചെറുതായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്റെ എന്തെങ്കിലുമൊക്കെ ഡാൻസിന്റെ റീലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 to 15% എപ്പോഴും നെഗറ്റീവ് റിവ്യൂസ് വരും, നെഗറ്റീവ് കമന്റ്സ് വരും. അത് എന്തായാലും ഒബ്വിയസ്ലി അങ്ങനെ വരും. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് വന്നവരൊക്കെ കാണുന്നവരൊക്കെ ഇടവകയിലുള്ളവരൊക്കെ, ഇടവകയിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവരുണ്ടാവില്ല. അപ്പോ ഗൾഫില്, യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ഇടവക്കാര്, അവരൊക്കെ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് വീടുകൾക്ക്. എന്തായാലും ഞാൻ നാട്ടിൽ വരുമ്പോ ഇവിടുത്തെ കൊച്ചച്ഛനൊന്ന് കാണണം. അത് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ചുമ്മാ ഒരു റീൽ എടുത്തതല്ല, അതിനകത്ത് രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ മുഖഭാവവും ഒക്കെ പല ഒക്കേഷനായിട്ട് ഇങ്ങനെ മാറി ഒന്ന് കാണാം. അപ്പൊ നമുക്ക് എന്റെ എനർജി വരികയാണ്, അടിച്ചു കയറി വാ. അപ്പോ ഇങ്ങനെയൊക്കെ മുൻപ് ഇതുപോലുള്ള എന്താ പറയാ കലാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു മുമ്പ്?
ഓ ഞാന് കലാപ്രതിഭയൊക്കെ ആയിരുന്നു. ആ. 2-3 വർഷം കലാപ്രതിഭയായിരുന്നു. അടിപൊളി. അപ്പൊ ഡാൻസ്, മോണാക്ട്, പ്രസംഗം, കവിത, ഇതിലൊക്കെ നന്നായിട്ട് പങ്കെടുത്തിരുന്നു. അപ്പൊ നമ്മള് സ്റ്റേറ്റ് ലെവൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഫോക്ക് ഡാൻസിലൊക്കെയാണ് ഡാൻസ് ആയിട്ട് പങ്കെടുക്കാറ്. അതിലൊക്കെ നമ്മുടെ പ്രവിധ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പുതിയ അറിവാണ്. സാധാരണ ഇങ്ങനെ അച്ഛൻ പഠനത്തിന് പോകുന്നവര് അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അധികം. ഒരു എക്സ്ട്രാ പറഞ്ഞു, ഞാൻ സ്റ്റാഫ് നഴ്സ് കൂടിയായിരുന്നു. അതിനുശേഷം ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ സെമിനാരിൽ പോയത്. അപ്പൊ ഞാൻ സ്റ്റാഫ് നഴ്സ് ആയിട്ട് പഠിച്ച് വർക്ക് ചെയ്യായിരുന്നു. അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാത്ത് ലാബിൽ സ്റ്റാഫ് ആയിരുന്നു. പിന്നെ ഞാൻ ഒരു ദൈവവിളി കിട്ടി, റിസൈൻ ചെയ്തു. ഞാൻ UK പോകാൻ നിൽക്കായിരുന്നു ലണ്ടനിലെ ജോലിയായിട്ട്. പക്ഷെ ഒരു ദൈവവിളി ഉണ്ടായ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അച്ഛൻപടത്തിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. അതിനകത്ത് ആ റീലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് പെട്ടെന്ന് അച്ഛൻ്റെ ചെലവിലാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാറി അല്ലല്ല പള്ളി. അപ്പൊ അതൊക്കെ കൃത്യമായി നർമ്മം അറിഞ്ഞുകൊണ്ട് അതിനകത്ത് എക്സ്ട്രാ ഇട്ടതാണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അച്ഛാ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമ്മുടെ 24-ന്റെ പ്രത്യേകിച്ചും ഗുഡ് നൈറ്റ് ഷോയിൽ മാത്രമായി എത്തുന്ന നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അടിച്ചു കയറി വാ എന്ന രീതിയിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഞാനിപ്പോ ഒരു മതവിശ്വാസികളോട് മാത്രമല്ല, നമ്മള് റിലീജിയൻ പകുതിക്ക് അകന്നു പോകുന്ന ഒരു സെക്യുലറിസം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കർത്താവിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ഒന്ന് എല്ലാവരും അടിച്ചു കയറി വരാനായിട്ടൊന്ന് ഒരു 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 സ്റ്റെപ്പ് നമ്മൾ വെക്കണം. കാരണം നമ്മളിപ്പോ അതൊക്കെ റിലീജിയൻ ഔട്ടായി ട്രൂ റിലീജിയസ് സ്പിരിറ്റിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോൾ ഫണ്ടമെന്റലിസം, കമ്മ്യൂണലിസം, വർഗീയതയിലേക്ക് പോകുന്ന ഒരു ശൈലിയും വരുന്നുണ്ട്. അതൊക്കെ 2 എക്സ്ട്രീമുകളാണ്. ഒരു ട്രൂ റിലീജിയനിൽ എപ്പോഴും ഹാപ്പിനെസ്, നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് ഇങ്ങനെ പുറത്തേക്ക് പങ്കുവെക്കാനുള്ള ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് കണ്ട ഒരു ചിയർഫുൾനെസ്, ഒരു പ്ലസന്റ്നെസ് വരാനൊക്കെ തോന്നുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരിക്കലും ഒരാൾക്കും ആ റീല് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി തോന്നില്ല. പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറയും. എല്ലാവരുടെ മുഖത്തും ഒരു ചിരി വരും. എനിക്ക് തോന്നുന്നില്ല ഇതിലെ വിശ്വാസികൾ മാത്രമാണ് വന്നതെന്ന് തോന്നുന്നില്ല. അച്ഛനെ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ യൂത്ത് അതുപോലെ അകന്നു പോകുന്നു, പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്നും ചേർത്ത് പിടിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് വന്നാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അത് നല്ല ആശയം. അത്തരം പുതിയ പുതിയ ആശയങ്ങൾ ഇനി അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. അടിച്ചു കയറി വാ എന്ന് പറയുന്ന പോലെ ഇനിയും അടിച്ചു കയറി വന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് വിഷസ്. അപ്പോ തൃശ്ശൂർ അരണാട്ടുകര പള്ളിയിൽ ഊട്ടുനാളുടെ ഭാഗമായി അവിടുത്തെ അച്ഛൻ ഇറക്കിയ റീലാണ് നമ്മൾ കണ്ടത് നേരത്തെ. ആ അച്ഛനാണ് നമ്മൾ നേരിട്ട് സംസാരിച്ചത്, ഫാദർ അജിത് ചിറ്റിലപ്പള്ളി. അപ്പൊ ഇനി എങ്ങോട്ടാ പ്രവിത? ഇനി നമുക്ക് ഉറക്കത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറഞ്ഞാലോ? അവർ ഉറങ്ങിപ്പോരുത്, നന്നായിട്ട് ഉറങ്ങാൻ. നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത്, അപ്പം ആ ഉറക്കത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ. നല്ല ഉറക്കം അത് നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഡോക്ടർ സൗമ്യ സിരൻ റെഡിയാണ്. ആ സെഗ്മെന്റിലേക്കാണ് ഉറക്കശാസ്ത്രം. രാത്രി ഉറക്കത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അച്ഛനമ്മമാരിൽ നിന്ന്, കുട്ടികൾ രാത്രി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു എന്നുള്ളത്. പലരും അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് റേസ് ചെയ്യാറുണ്ട്. പക്ഷേ പല ആളുകളും അതൊക്കെ ഓക്കെയാണ്, അത് പതുക്കെ മാറിക്കോളും, കുട്ടി കുറച്ചുകൂടി വലുതാവുമ്പോൾ മാറിക്കോളും. സോ നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വയസ്സിന് ശേഷം ഈ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന പ്രശ്നം ഒരു പ്രോബ്ലമാണ്. അതിന് നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ളത്. കുട്ടികൾ ഒരു 2 വയസ്സാവുമ്പോഴേക്കും ഡ്രൈ ബൈ ഡേ ആവും. അതായത് മോർണിംഗ് ടൈമിൽ, ഡേ ടൈമിൽ അവർക്ക് മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അവർ അച്ഛനമ്മമാരോട് പറഞ്ഞ് ഹെൽപ്പ് സീക്ക് ചെയ്യും. ഒരു 3 മുതൽ 4 വയസ്സിനുള്ളിൽ, മാക്സിമം 4 വയസ്സിനുള്ളിൽ അവർ ഡ്രൈ ബൈ നൈറ്റ് ആവും. അതായത് രാത്രി അവർ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് നിർത്തും. അല്ലെങ്കിൽ അവർക്ക് മൂത്രമൊഴിക്കണം എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് അച്ഛനമ്മമാരോട് അതിനുള്ള സഹായം ചോദിക്കും. സോ 2 വയസ്സാവുമ്പോഴേക്കും അവർ ഡേ ടൈമിൽ അറിയാതെ മൂത്രം പോകുന്ന ആ ഒരു ശീലം നിർത്തണം. 4 വയസ്സെങ്കിലും ആകുമ്പോഴേക്കും നൈറ്റിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയും മാറണം. ഇതില്ല, 4 വയസ്സിന് ശേഷവും കുട്ടി കിടക്കയിൽ മൂത്രമൊഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവഗണിക്കരുത്. ഒരു ഡോക്ടറെ നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായി പാരൻസ് അത് നോട്ട് ചെയ്ത് കാണും. ഈ കിടക്കയിൽ മുള്ളുന്ന കുട്ടികൾ അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞനുസരിച്ച് 4 വയസ്സ് വരെയാണ്. 4 വയസ്സിന് ശേഷം വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സിക്കണമെന്നാണ് അഭിപ്രായം, അല്ലേ? ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. രവികുമാർ പറയുന്നു, പ്രജൻ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാം. 11:30 പല വിശേഷങ്ങളും പറയാം, അല്ലേ? അതോടൊപ്പം സിന്ധു പറയുന്നു, കൂട്ടുകാരെ അടിച്ചു കയറി. അപ്പം തന്നെ അച്ഛന്റെ ആ റീൽസിനെ പറ്റി ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. സിന്ധു കേസ് പറയുന്നു, ലിജി അജിത്ത് പറയുന്നു അച്ഛൻ പൊളിയാണ്. ലിജി ചോദിക്കുന്നു, പ്രജൻ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ പാട്ട് പാടാമോ എന്ന്. 2 ലൈൻ പാടാം. ഒരു നേരമെങ്കിലും
കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു ഒരുപാട് ഭക്തികാന്തരമായ ഒരു പാട്ടാണ്. പണ്ട് ഈ ദാസേട്ടൻ്റെ ഒരുപാട് ഭക്തിഗാനങ്ങളിൽ മികച്ച സെക്കൻഡ് സ്റ്റാൻസ് ഇഷ്ടം. പല്ലവിയാണ് കുറച്ചും കൂടി. ഞാനിങ്ങനെ എനിക്കറിയാം ഈ പാട്ട് ഇഷ്ടമാണെന്നുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂളാറുണ്ടല്ലോ ഇവിടെ. അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ടായിരുന്നു ഈ പാട്ട്. മാത്രമല്ല ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് വരികളാണത്. ഓക്കെ, നമുക്കിനി കടക്കേണ്ടത് രാത്രി പുരാണത്തിലേക്കാണ്. രാത്രി പുരാണം, കാത്തിരിക്കുന്ന ഒരു കഥ. പേടിക്കണ്ട, വീണ്ടും യക്ഷിക്കഥയാണ്. അപ്പോൾ കഥയാണ് ആ രീതിയിൽ കാണുക. യക്ഷിയുടെയും ഈ അപസർപ്പക കഥകളുടെയും ഭൂമിയാണ് കേരളം എന്ന് നമുക്ക് പൊതുവിൽ പറയാം. അതെ, എന്നാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്ത നടുവിൽ ഒരു ക്യാമ്പസിനുള്ളിൽ നിഗൂഢതകൾ നിറഞ്ഞൊരു കുളമുണ്ട്. കാലങ്ങളായി അല്ലേ? അതെ, കാലങ്ങളായി ആ കുളത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. അതെ, അവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾ വെല്ലുവിളിച്ച് തിരുത്തിയിട്ടും ഹൈമാവതിയും കുളവും ഇപ്പോഴും ഒരു ദുരൂഹ കഥയായി മാറുന്നു എന്നാണ് പറയുന്നത്. നോക്കാം എന്താണ്. ഹൈമാവതി ജീവിച്ചിരുന്ന ആളാണോ എന്നറിയില്ല. പക്ഷേ ഹൈമാവതിയെക്കുറിച്ചുള്ള കഥകൾ പല തലമുറകളിൽ ജീവിക്കുന്നു. അക്വേഷ്യ കാടിനുള്ളിൽ വീശിയടിച്ച കാറ്റ് ഹൈമാവതിയുടെ സാന്നിധ്യമായി ചിലരെങ്കിലും വിശ്വസിച്ചു. കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിൽ ദുരൂഹതകളുടെ നിഴൽ വിരിച്ച കഥ ഇങ്ങനെ. ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു ഹൈമാവതി. ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന അതിസുന്ദരി. പഠനകാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവുമായി പ്രണയത്തിലായി. പ്രണയം വീട്ടിലറിഞ്ഞു. വീട്ടുകാർ എതിർത്തു. ഹൈമാവതി പ്രണയത്തിൽ ഉറച്ചുനിന്നു. വാശികേറിയ വീട്ടുകാർ കാമുകനെ തല്ലിക്കൊന്നു. വിഷമം സഹിക്കാതെ ഹൈമാവതി കുളത്തിൽ ചാടി മരിച്ചു. ഹൈമാവതി ചാടി മരിച്ചെന്ന വിശ്വാസത്തിൽ കുളത്തിന്റെ പേര് ഹൈമാവതി കുളമെന്നായി. പിന്നീട് പല പല യക്ഷിക്കഥകൾ പിറന്നു. വിശ്വസിപ്പിക്കാൻ പലവിധ അപസർപ്പക കഥകളും. രാത്രിയിൽ ഹൈമാവതി ഇറങ്ങും. കാമുകനെ തേടി കാട്ടിലൂടെ നടക്കും. അതിന്റെ ലക്ഷണമാണ് കുളത്തിന് ചുറ്റും ശക്തമായി വീശുന്ന കാറ്റ്. കുളത്തിനടുത്തെത്തിയാൽ പലവിധ ശബ്ദം കേൾക്കാം. നിലാവുള്ള ദിവസങ്ങളിൽ കുളത്തിന്റെ അടിത്തട്ടിൽ ഹൈമാവതിയുടെ രൂപം തെളിയും. അങ്ങനെ തലമുറകൾ കൈമാറിയ കഥയെ ശാസ്ത്രബോധമുള്ള ഒരു തലമുറ തിരുത്തി. കുളം നവീകരിച്ച് ചുറ്റും ഔഷധച്ചെടികൾ വെച്ചു. പക്ഷേ വീണ്ടും പഴയപടിയായി. ഇവിടെ എത്തുന്ന കുറച്ചുപേരുടെയെങ്കിലും മനസ്സിൽ ഹൈമാവതി ഉണ്ടാകാം. പറഞ്ഞുകേട്ട കഥകളിലൂടെ ചില കണ്ണുകളിലെങ്കിലും ഹൈമാവതിയെ കാണാം. 24 തിരുവനന്തപുരം. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഷഫീദ് റാവുത്തർ ചെയ്ത ഹൈമാവതിയുടെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. കഥകൾ ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അത്തരം കഥകൾ കൂടി ഗുഡ് നൈറ്റ് ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ അവതരിപ്പിക്കും. അപ്പൊ ഇനി എന്താ, നമുക്കൊരു കോളറിലേക്ക് പോകാൻ സമയമായി. കുട്ടി പ്രേക്ഷകനാണെന്നാണ് പ്രൊഡ്യൂസർ പറയുന്നത്. ഹരിപ്പാട് നിന്നും അമൃതേഷ് ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്രേക്ഷക അതിഥി. ഇതാ സ്ക്രീനിലെത്തിയ അമൃതേഷ്. ഹായ്. ഹായ് അമൃതേഷ്. ഹായ്. അമൃതേഷിന് എന്താ വീട്ടിൽ നിന്ന് വിളിക്കുന്നേ? ശങ്കരൻ. ശങ്കരൻ പേരാണല്ലോ. അമൃതേഷ് ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. എന്തോ കഴിച്ചേ? മറന്നുപോയോ? വെളിയിൽ നിന്നാണ്. വീക്കെൻഡ് ആയിട്ട് പുറത്തൊക്കെ പോയി. ആരൊക്കെ കൂടെ? അച്ഛനും അമ്മയും ഞാനും കൂടെ. ശങ്കരൻ അപ്പം ഇപ്പൊ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ാം ക്ലാസ്സില്. 24 എപ്പോഴും കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഏതാ? ശ്രീകണ്ഠൻ സാറിന്റെ മോർണിംഗ് പ്ലാറ്റ്ഫോം ഞാൻ കാണാറുണ്ട്. അപ്പൊ സ്കൂളിൽ പോകുന്നവരെ കാണോ? സ്കൂളിൽ എപ്പോഴാ പോകുന്നത്? രാവിലെ അമൃത സ്കൂളില. അവിടെ ആരെയൊക്കെ പറഞ്ഞിരുന്നേ?
അമ്മയുണ്ടോ അടുത്ത്? അടുത്ത അമ്മയാന്ന് തോന്നുന്നു. അമ്മ എണീറ്റ് പോയി. ഓക്കെ, അപ്പോ നമ്മുടെ ഗുഡ് നൈറ്റ് ഷോ കാണാറുണ്ടോ എല്ലാ ദിവസവും? ഇപ്പൊ തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും കാണാറുണ്ടോ? കാണാറുണ്ട്. അമ്മ വന്നല്ലോ. അമൃതേശിന്റെ അമ്മ പറയൂ. സുഖായിരിക്കുന്നു അവിടെ? പരീക്ഷിക്കാൻ വേണ്ടിട്ട്. ഓ, വിളിച്ചാ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ കിട്ടുന്ന മനസ്സിലായല്ലോ അല്ലേ? ഓഡിയോ നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്, നന്നായി പഠിക്കുക. നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഗുഡ് നൈറ്റ് അമൃതേഷ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഹരിപ്പാടുന്ന അമൃതേഷും അമൃതേഷിന്റെ അമ്മയുടെ പേരിന് ചോദിക്കാൻ പറ്റില്ല. അമ്മ പറയുന്നത് നമുക്ക് കേൾക്കുന്നില്ല. ചെറിയൊരു ഓഡിയോ പ്രോബ്ലം വന്നു അല്ലേ? ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. നമ്മൾ അധികം കമന്റ്സ് വായിച്ചില്ല എന്ന് തോന്നുന്നു. പ്രജൻ റീന ചോദിക്കുന്നുണ്ട്, പ്രവിത പ്രജൻ ഈ യക്ഷിക്കഥയും പ്രേതകഥയും ഒക്കെ കേട്ടിട്ട് നിങ്ങൾ എങ്ങനെയാ മക്കളെ പോയി കിടന്ന് ഉറങ്ങുന്നത്? ഉറക്കം വരുമോ? നമുക്ക് നല്ലോണം ഉറക്കം വരും. ഒപ്പം തന്നെ എന്താ അനുപമ പറയുന്നു, നാളെ എൻ്റെ മോൻ അമ്പാടിയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യൂ. അപ്പം അമ്പാടി മോനെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. ഒപ്പം ഒരുപാട് എന്താ തിരുവനന്തപുരം ബോണക്കാട് എസ്റ്റേറ്റിലെ പ്രേത ബംഗ്ലാവിനെ കുറിച്ച് പറയാതെ പ്രേതകഥകൾ പൂർത്തിയാകില്ലെന്ന് അരുൺ പറയുന്നുണ്ട്. പൂക്കാട്ടിൽ പ്രജൻ കൂട്ടുകാരിക്ക് കൂടുതൽ സംസാരിക്കാൻ കൊടുക്കാതെ നിങ്ങൾ കൂടുതൽ സംസാരിക്കുക, അവർക്ക് തൊണ്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുക്കുന്നില്ല അല്ലേ? ഓക്കെ അല്ലേ? ഉണ്ട്, റെസ്റ്റ് തരുന്നുണ്ട്. ഞാനായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. മിനി ബാബു പറയുന്നു, രാത്രി പ്രേതകഥ പറഞ്ഞ് അടുത്ത റൂമിലോട്ട് പോകാൻ പേടിയാണ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമൻസ്. രശ്മി, സുനന്യ, റോഫിൻ, ഡോക്ടർ സനൽ, പിന്നെ റിയാസ്, രാജി, ക്രിയേറ്റീവ് വേൾഡ്, ഹിബ, മനുജിത്ത്, സൂപ്പർ ബ്രോ, എല്ലാവരും ചേട്ടൻ്റെ പാട്ടിനെ പറ്റിയിട്ടാ പറയുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിനിടയിൽ ഒരു വാർത്ത കൂടി വരുന്നു. കുറച്ച് മുമ്പ് വന്ന വാർത്തയാണ്. BSP തമിഴ്നാട് അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം അത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഭാര്യയെ പൊറുക്കുടി എന്നാണ് ആ വാർത്ത. പെരുമ്പൂർ BSP ഓഫീസിനോട് ചേർന്ന് സംസ്കരിക്കണമെന്നൊരു ആവശ്യം കോടതിക്ക് മുമ്പാകെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആംസ്ട്രോങ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഇങ്ങനൊരു ആവശ്യം കോടതിയുടെ മുന്നാകെ ഇപ്പോൾ കുടുംബം വെച്ചിരിക്കുന്നത്. അങ്ങനെ വാർത്തകൾ നമ്മൾ ഒഴിവാക്കുന്നില്ല. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നമ്മുടെ ഷോ തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് പലരും നേരത്തെ ചോദിക്കുന്നുണ്ട്, ഇന്ന് നൈറ്റ് ലൈഫിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അത് ഇല്ലാതൊരു ഷോ ഇല്ല നമുക്ക്. അപ്പോൾ നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയാം. ഒരു പ്രത്യേക ഇടത്തേക്ക് നമ്മൾ കൊണ്ടുപോവാണ് നിങ്ങളെ. രാത്രിയിൽ ആളുകൾ സൊറ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മലപ്പുറം പൊന്നാനിയിലെ കർമ്മ റോഡ്. ഈ കർമ്മ റോഡിനെ കുറിച്ച് മുൻപും നമ്മൾ പ്രേക്ഷകരിലേക്ക് സ്റ്റോറീസ് എത്തിച്ചിട്ടുണ്ട്. കർമ്മ റോഡിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും രാത്രിയിലെ കാഴ്ച കാണാം അവിടുത്തെ. ഹായ്, ഹലോ പ്രേക്ഷകരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് മലപ്പുറം ജില്ലയിലെ പൊന്നാനി കർമ്മ റോഡ് വരെ ഒന്ന് പോയി നോക്കിയാലോ? നല്ല ഗംഭീര സ്ഥലമാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഒന്ന് റിലാക്സ് ആയി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഒരു സോറൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ ഇടമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഓക്കെ പ്രേക്ഷകരെ, നമുക്ക് പോകാം. ഓക്കെ, ഹായ് പ്രേക്ഷകരെ, അപ്പൊ നമ്മൾ കർമ്മ റോഡിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര നല്ലൊരു കാറ്റടിക്കുന്നുണ്ട്. ഭയങ്കര ഫീലുള്ള ഒരു കാറ്റാണ്. ഈ ഭാരതപ്പുഴയും ഒപ്പം തന്നെ അറബിക്കടലും ഇങ്ങനെ ചേരുന്ന ഭാഗത്ത് നിന്ന് അടിക്കുന്ന ഒരു കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര ആസ്വദിച്ച് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മീൻ പിടിക്കുന്ന ആളുകളുണ്ട്, ഫാമിലി ആയിട്ട് വന്ന് ചില്ലാക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാടധികം ആളുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും അടുത്തും ഒന്ന് പോയി നോക്കാം. അടിപൊളിയാണ്, സൂപ്പർ. അവിടെ വന്ന് കാമായിട്ട് ഇങ്ങനെ ഇരിക്കുക കുറച്ച്. ഒന്നും പറയാനില്ല, അടിപൊളി. കർമ്മോട്ട് ഉഷാറാണ്. കാരണം എപ്പോഴും ഒരു ടൈം പാസ് ആയിട്ട് നമ്മൾ വന്നിരിക്കാറുണ്ട്. പൊന്നാനിക്കാർക്ക് അഭിമാനിക്കാം കർമ്മ റോഡ്. നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാനൊക്കെ. എൻജോയ് ചെയ്യാം. കർമ്മ റോഡിനോട് ചേർന്ന് നല്ലൊരു പാർക്കും തയ്യാറാക്കിയിരിക്കുകയാണ് പൊന്നാനി നഗരസഭ. ചെറിയ കുട്ടികൾക്കാണ് ഈ പാർക്കുള്ളത്. ആരുടെയും ശല്യമില്ലാതെ വളരെ സുരക്ഷിതമായി ഏത് കുട്ടികൾക്കും ഇവിടെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. എന്താ മോളെ പേരെന്താ? ആണോ? എങ്ങനെയുണ്ട് പാർക്ക്? എങ്ങനെയുണ്ട്?
സൂപ്പർ. കർമ്മ റോഡിൽ എത്തുന്നവർക്ക് കാഴ്ച ഭംഗി മാത്രമല്ല നല്ല ഗംഭീര ഭക്ഷണങ്ങൾ കൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ഒരു ഷോപ്പിലാണ്. ഇത്ത എന്തൊക്കെ ഇവിടെ കൊടുക്കാനുള്ളത്? നമ്മളുടെ പൊന്നാനിയുടെ ട്രഡീഷണൽ ഐറ്റംസുകളാണ്. ചട്ടിപ്പത്തിരി, ചിരട്ടമാല, മുട്ടസുർക്ക മുട്ടമാല, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമുക്കൊരു സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് വെളിച്ചെണ്ണപ്പത്തിരി. അത് പൊന്നാനിക്കാർ 2 പ്രാവശ്യം ഉണ്ടാക്കുള്ളൂ. ഒന്ന് പെരുന്നാളുടെ സമയത്തും പിന്നെ കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളാർ വരുന്ന ആ ഒരു സമയത്താണ് ഉണ്ടാക്കുക. ചട്ടിപ്പത്തിരി അടിപൊളിയാണ്. ബട്ടൂരിയും ബീഫാണ്, നന്നായിട്ടുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഞങ്ങൾ 4ാമത്തെ തവണ ഇവിടെ വരുന്നത്. ഇതിനനുസരിച്ച് ഇങ്ങനെ ഒരു പ്രവാസിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്. മഴയല്ലേ, അപ്പോൾ ഉപ്പുവെള്ളം കുറവായതുകൊണ്ട് മീന് കുറവാണ്. കർമ്മ റോഡിൽ വന്നു കഴിഞ്ഞാൽ ആ സമയവും ഒപ്പം തന്നെ ആ യാത്രയും ഒന്നും ആർക്കും നഷ്ടമാകില്ല എന്നാണ് നൽകാനുള്ള ഉറപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരിക, ഒന്ന് ചില്ലാക്കുക, ഒന്ന് റിലാക്സ് ആവുക, എന്നിട്ട് മടങ്ങുക. അപ്പോൾ മറ്റൊരു യാത്രാ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. സമീർ ബിൻ കരീം, 24, തിരൂർ. കൊള്ളാം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഒരു നാടിന് ആവശ്യമാണ്. കാരണം നമുക്ക് എവിടെയെങ്കിലും ചെന്ന് ഇരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുപോലെ നൈറ്റിൽ പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ അത് എക്സ്പ്ലോർ ചെയ്യുക. അവിടെയൊക്കെ ഒരു പുതിയ രീതി ഉരുത്തിരിഞ്ഞു വരിക. ചൂടിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടി. രാത്രിയിലായിരിക്കും പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റിയത്. നമ്മുടെ നാടിന്റെ കാലാവസ്ഥ ഒരുപാട് മാറി. അതെ, ഒരുപാട് ഇടങ്ങളുണ്ട്. അത് ഈ രീതിയിൽ മാറട്ടെ, മാറി മാറി വരട്ടെ എന്ന് പ്രത്യാശിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര എങ്ങോട്ടാണ്? നല്ല ഭക്ഷണം തേടിയിട്ടുള്ള യാത്ര തന്നെയാണ്. ഭക്ഷണപ്രിയമാണ് കോഴിക്കോട്ടുകാരുടെ പ്രത്യേകത. എന്നും പുതുമ അവരെ പരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് കോഴിക്കോട്ടുകാർക്ക് പറയാൻ പോലെ ഈ കോഴിക്കോടൻ ഹൽവ പറയുന്നത് പോലെ ഒരുപാട് പുതിയ ഐറ്റങ്ങളെ ഇപ്പോൾ അവർ എന്താണ് പറയുക ഇങ്ങനെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഒരു പുതിയ ഇടമുണ്ട്. പുതുമ പരീക്ഷിക്കുന്നവർക്ക് നേരെ പോകാൻ പറ്റുന്ന ഇടമാണ്. ദോശയിലാണ് ആ പുതുമ എന്ന് പറയാം. എരഞ്ഞിപ്പാലത്തെ ദോശ സ്ട്രീറ്റിലേക്കാണ് യാത്ര. നോക്കാം. 93 തരം ദോശ ലഭിക്കുന്ന ഒരു കടയുണ്ട് കോഴിക്കോട് നഗരത്തിൽ. എരഞ്ഞിപ്പാലത്ത് തന്നെയാണ്. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഈ ദോശക്കട ഇവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം ദോശ വേണം, അതെല്ലാം ഈ കടയിൽ കിട്ടും. 1ഉം 2ഉമല്ല, 93 ഇനം. പൊടിദോശ, തട്ടുദോശ, പനീർ ദോശ, മഷ്റൂം ദോശ, ചിക്കൻ ദോശ, ബീഫ് ദോശ, അങ്ങനെ പോകുന്നു. ഇതിൽ ചിക്കൻ, ബീഫ് ദോശകൾക്കാണ് ആവശ്യക്കാർ. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം 2-3 ദോശ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ബീഫ് ദോശയാണ് ബെറ്ററായി തോന്നിയിട്ടുണ്ടായത്. അത് ഞങ്ങൾ അധികം കഴിക്കുന്ന ഇവിടെ തന്നെയാണ്. നമ്മളിവിടെ അടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. இட்ஸ் வெரி நைஸ். இதோட அட்மாஸ்பியரும் நல்லா இருக்கு. அவுட் சைடு வந்து ஃபுட்டு கழிக்கிறதுக்கும் சூப்பராக இருக்கு. சிக்கன் தோசை வெரி நைஸ். കുട്ടി കളിക്കുന്നത് പോലെ ഇருக்கு. ദോശയുടെ രുചി അറിഞ്ഞ് സ്ഥിരമായി ഇവിടെ എത്തുന്നവരുമുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ തന്നെയാണ്. തുടക്കം മുതലേ ഞാൻ വരാറുണ്ട് ഇവിടെ. തട്ടുദോശ നമുക്ക് 3 ഒരു സെറ്റ് ഉണ്ടാവും. സെറ്റിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള തന്നെ കഴിക്കാം. പിന്നെ സിംഗിൾ ഓംപ്ലേറ്റ് ആണെങ്കിലും ഒക്കെ ടേസ്റ്റ് തന്നെ ഉണ്ട്. ആഷി, എങ്ങനെയുണ്ട്? സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഇവിടെ വരുന്ന എല്ലാവരും പറയുന്ന കാര്യമാണത്. കിടു സാധനമാണ്. ഈ വെറൈറ്റി ദോശകളെല്ലാം തന്നെ സൂപ്പർ ടേസ്റ്റാണ്. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24, കോഴിക്കോട്. ഈ ഒരു സെഗ്മെന്റിൽ നമ്മളെപ്പോഴും നമുക്ക് അറിയാതെ വിശപ്പ് ഇത് കഴിയുമ്പോഴത്തേക്ക്. കാരണം ഇവർ പോയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് അത് ആ സൈൻ ഓഫ് മസ്റ്റ് ആ ഫുഡ് കഴിച്ചുകൊണ്ടാണ്. അത് ഇന്നലെ നിഖിൽ പ്രമേഷും ഇന്ന് മിഥില സൈൻ ഓഫ് മസ്റ്റ് ആയിട്ട് അവസാനത്തെ അതൊക്കെ എടുത്തിട്ട് ആഘോഷപൂർവ്വം കഴിച്ചിട്ടാണ് പറയാ. നമുക്ക് പിന്നെ മറ്റെടുത്ത് കാണാനില്ല. അപ്പോൾ അപ്പോഴത്തേക്കും വിശപ്പ് അങ്ങനെ കൂടി വരും. എന്തായാലും പ്രേക്ഷകർ ഒരുപാട് പേര് പറയുന്നുണ്ട്. അവിടേക്ക് നമുക്ക് ഒന്ന് പോകണമെന്ന് പറയുന്നു. ദോശകൾ സൂപ്പർ എന്ന് പറയുന്നു. എന്തുപറ്റി ലൈവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചു. അത് എനിക്ക് തോന്നുന്നു സൂമിലാണല്ലോ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരേ സമയം 2 കോളേഴ്സ് ജോയിൻ ചെയ്തതാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത കോളിൽ നിങ്ങൾ കണക്ട് ആവും. ആ സമയത്തേക്കും നമുക്ക് ഓക്കെ ആവും ഉറപ്പായിട്ടും. അതെ, ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. മിനി ബാബു പറയും, നമ്മൾ പറഞ്ഞ പോലെ 7 മണിക്ക് ഭക്ഷണം കഴിഞ്ഞു, ഇപ്പോൾ ദോശ കണ്ടപ്പോൾ വിശക്കുന്നു എന്ന്. മണികണ്ഠൻ ചോദിക്കുന്നു, പ്രവിത ജിഞ്ചർ ടീ കുടിച്ചിരുന്നോ? എൻ്റെ ശബ്ദം ഇന്നലത്തേന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്ക് എന്താണ് എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്ക് അറിയില്ല. ലവ പറയുന്ന ഒരു കാര്യം കേട്ടോ, പ്രഭിത ആൻഡ് പ്രഭിൻ എന്നാണ് പറഞ്ഞത്. അത് ആരാണോ? ഇവിടെ ഇല്ല, പ്രഭിനല്ല, പ്രജിനും പ്രവിതയുമാണ്. അതെ അതെ, പ്രജിനും പ്രവിത നമ്മുടെ ടൈറ്റിലുണ്ട്. പ്രജിനും പ്രവിതയുമാണ്. എന്നും ഇത് തുടർന്നുകൊണ്ട് പോകണം. പാട്ട് പൊളി, ഒരു പാട്ട് പാടാമോ? കണ്ടു രാവിതളിൽ നീരാവുരു,
ആൻഡ് ക്ലാസ്മേറ്റ് സോങ്സ് പാടാമോ എന്ന് ചോദിച്ചു. അതെനിക്ക് എനിക്കും ആ പാട്ട് ഏതാണെന്ന് മനസ്സിലായില്ല കേട്ടോ. നമുക്ക് നോക്കാം, പഠിച്ചു പാടാം. ഓക്കെ. അതെ, പിന്നെ ഒരുപാട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുടെയും ഒപ്പം തന്നെ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. മുനീർ KWD, ഹായ് പ്രവീണ പ്രജിൻ. ഒരുപാട് പേരുകൾ നമുക്ക് കിട്ടുന്നു. അതെ അതെ, എല്ലാവരും പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മയിൽപീലിയിലെ ഒരു പാട്ട് രാധേ നിൻ പ്രേമത്തോടാണോ എന്നുള്ള ആ പാട്ട് ഇഷ്ടമാണ് തോമസ് കുട്ടി പറയുന്നുണ്ട്. അടുത്ത ദിവസം നമുക്കത് പാടാം. അപ്പോൾ അങ്ങനെ ഒരുപാട് നിങ്ങളുടെ സജഷൻസ് ഒരുപാട് പഴയ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അതായത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെയുള്ള പാട്ടുകൾ, രസകരമായ നല്ല സുഖമുള്ള മെലഡികളുണ്ടല്ലോ, ദേവരാജ് മാഷുടെയും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒക്കെ പാട്ടുകൾ. അപ്പം അത്തരം പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ചോയ്സുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. അതും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കുറിക്കുക. അനു പീറ്റർ പറഞ്ഞു വാച്ചിങ് ഫ്രം ബഹ്റൈൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയുണ്ട് വിശേഷങ്ങൾ കൊടുക്കാൻ. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് വേഗം തിരികെ എത്താം. പിന്നെ അപ്പോൾ ഒരു ചെറിയ അപ്ഡേറ്റ് വരുന്നു. ദേശീയപാതയിലെ കുഴിയിൽ വീണ ഒരു ലോറി മറിഞ്ഞിട്ടുണ്ട്. അത് അങ്ങ് കൊയിലാണ്ടിയിലാണ്, നന്ദിയിൽ 20-ാം മൈലിലാണ് ആ സംഭവം. ഇരുട്ടിൽ നിന്നും കോഴിക്കോടേക്ക് തടികയറ്റി വന്ന മിനി ലോറിയാണ് മറിഞ്ഞത്. പക്ഷേ ആർക്കും പരിക്കുകളൊന്നുമില്ല. പക്ഷേ കുഴി ഒരു വലിയ പ്രശ്നമാണ് ദേശീയപാതയിൽ. പ്രത്യേകിച്ച് മഴ ഇങ്ങനെ ശക്തമായി വരുന്ന സമയത്ത് അത്തരം കുഴികൾ വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. പ്രവിത, നമുക്കൊരു കോളർ പെട്ടെന്ന് വന്നിട്ടുണ്ട് ലൈനിലേക്ക്. അത് UK നിന്നാണ്, നിനോ എന്നാണ് പേര്. ഹായ് നിനോ. ഹായ് നിനോ. നിനോ ഫാമിലിയാണോ? കൂടെ ആരൊക്കെ ഉണ്ടല്ലോ, പറയൂ. ഇത് നമ്മുടെ കൂട്ടുകാരാ. ആഹാ, എന്താ പേര് എല്ലാവരുടെയും? ആളുടെ പേര് ബിനില്, എൽസ കുട്ടി. ഓക്കെ, നാട്ടിലെവിടെയാണ്? ഞങ്ങള് തൃശ്ശൂരാണ്. UK എവിടെയത്? ഇത് കോൺവെൽ എന്ന് പറയും. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ UK എന്ത് ചെയ്യാ നിങ്ങള്? നമ്മളിങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ പുറത്തത്തെ സീനറി. പ്രസന്റ് ഇതാണ് ടൈം. അവിടെ ഇപ്പം ഒരുപാട് മലയാളികൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഒരു മലയാളി കൂട്ടായ്മയുടെ ഒക്കെ ഭാഗമായിരിക്കുമല്ലോ അല്ലേ? അതെ അതെ. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലോ അല്ലേ? ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, ഹോട്ടൽ ലഞ്ച് ചെയ്തു. നൈസ്. ഇനിയിപ്പോ നാട്ടിലേക്ക് എപ്പോഴാണ്? പെട്ടെന്നുണ്ടോ നിനോ? പെട്ടെന്നൊന്നുമില്ല, നാട്ടിൽ കയറണം, കുറച്ച് നാളാവും. ഓക്കെ, നാട്ടിലത്തെ വിശേഷമൊക്കെ 24-ലൂടെ അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? 24 സ്ഥിരം പ്രേക്ഷകരാണോ? ഓക്കെ, അപ്പോ ടൈം എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം ഷോ വൈൻഡ് അപ്പിലുള്ള സമയത്താണ് പെട്ടെന്ന് ഈ കോൾ കണക്ട് ആയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഹറിബറിയായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച് നിനോ ഫോർ കോളിംഗ്. നിന്നോ ആണ് UK നിന്ന് നമ്മൾ സംസാരിച്ചത്. തൃശ്ശൂരാനാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമാവുന്നു. അതെ, നാളെ ഞാൻ വർദ്ധിത വീര്യത്തോടെ ശബ്ദം വീണ്ടെടുത്ത് വരണം. നാളെ നമുക്കൊരു പാട്ടൊക്കെ പാടി ഒന്ന് ട്രൈ നോക്കിയാലോ? ട്രൈ ചെയ്യാം. ഓക്കെ, നാളത്തേക്ക് പ്രവിധ എന്തായാലും ഒരു പാട്ടൊക്കെ പാടാൻ റെഡി ആയിട്ട് വരും. സൗണ്ടൊക്കെ ഓക്കെ ആവും. അതിനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ സോങ് നമ്മുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒരുപാട് പ്രേക്ഷകർ ഈ പാട്ട് പാടുമെന്നൊക്കെ പേഴ്സണലി എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർക്കായിട്ട് ഈ പാട്ട്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം വാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം വാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ഓ, അപ്പോ ഇന്നത്തെ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത പൂർത്തിയാവുകയാണ്. നാളെ ഒരുപാട് പുതിയ വിശേഷങ്ങൾ, പുതിയ കാഴ്ചകൾ, വാർത്തകളൊക്കെയായി കാണാം. രാത്രി 10:30. അപ്പോൾ ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.